കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതിൽ ആദ്യത്തെ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് പോകാം. പ്ലാനിംഗ് ഈസ് ദ ഇനിഷ്യൽ ടാസ്ക് ഓഫ് എവരി മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ഇനീഷ്യൽ ടാസ്ക്കാണ്. ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ടാസ്ക്കായിട്ട് നമ്മൾ എല്ലാ ഓർഗനൈസേഷനും എല്ലാ മാനേജ്മെൻറ്റും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഫോളോഡ് ഫോർ അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് സഹായിക്കുന്നത്? പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നത്. ഇതൊരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു എ പാർട്ടിക്കുലർ ജോബ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്റ്റാണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് എന്ത്? ഒരു പാർട്ടിക്കുലർ ജോബ് എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനുള്ള ആക്ടിനെയാണ്, ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. പ്ലാനിങ് എന്താണ്? ഒരു ആക്റ്റാണ്. എന്തിന്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിക്കുന്നത്? വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു എ പാർട്ടിക്കുലർ ജോബ്. എപ്പോൾ, എങ്ങനെ, ആരൊരു പാർട്ടിക്കുലർ ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനം മുൻകൂട്ടി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഇൻവോൾവ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇതെന്താണ്? തിങ്കിങ് പ്രോസസ്സാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്യുന്നു. അത് പ്രോസസ്സാണ്, തിങ്കിങ് പ്രോസസ്സാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന്. ആദ്യം നമ്മളൊരു പ്ലാൻ ചിന്തിച്ചെടുക്കുന്നു, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇത് തിങ്കിങ് പ്രോസസ്സാണ്. എപ്പോഴാണ് ചെയ്യുന്നത്? ബിഫോർ ഡൂയിങ് ആണ്. അത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കും? പ്ലാൻ ചെയ്തിരിക്കും. ദ പ്രൈമറി എയിം ഓഫ് പ്ലാനിങ് ഈസ് ടു അച്ചീവ് ബെറ്റർ റിസൾട്ട്. പ്ലാനിങ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ബെറ്റർ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഇൻവോൾവ് ദ സെലക്ഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് പോളിസീസ്, പ്രൊസീജിയർ, ബഡ്ജറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ഷെഡ്യൂൾസ് ഇസെട്ര. അപ്പോൾ പ്ലാനിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട്. അടുത്ത് നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷന് ഏത് ഒബ്ജക്റ്റീവ് ആണോ ഉള്ളത് അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്നു. ഡെവലപ്പിംഗ് പോളിസീസ്, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നു. പിന്നെ പ്രൊസീജിയറൊക്കെ എടുക്കുന്നു. അതിന് വേണ്ടുന്ന എന്തൊക്കെ നടപടികൾ നമുക്ക് വേണോ അതൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ നമ്മൾ എടുക്കുന്നു. അതിന് വേണ്ടി ഷെഡ്യൂളൊക്കെ ചെയ്യുന്നു. ആര്, എപ്പോൾ, എങ്ങനെ, എത്ര വർക്ക് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. പിന്നെ അത് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളൊക്കെ എടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതെല്ലാം കൂടി വരുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ ലെവൽസിലും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ട്. മിഡിൽ ക്ലാസ് ലെവലായാലും ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ അറിയില്ലെങ്കിൽ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെവൽസിലും എന്തുണ്ടായിരിക്കണം? പ്ലാനിങ് ഉണ്ടായി. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ടോപ്പ് ലെവൽ മാത്രം പോരാ, മിഡിൽ ലെവൽ വരും, ലോവർ ലെവൽ, എല്ലാ ലെവൽസിലും എന്തുണ്ടാ? കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പ്ലാനിങ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ്, പിന്നെ എന്താണ് പ്ലാനിങ്ങിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്? ഇത് പ്രോസസ് ഓഫ് പ്ലാനിങ് ഇൻവോൾവ് ഗ്യാതറിങ് ഇൻഫർമേഷൻസ്, ലേയിങ് ഡൗൺ ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്, എക്സാമിൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ആക്ഷൻ പാറ്റേൺ, റിവ്യൂയിങ് ലിമിറ്റേഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്താണ് പ്ലാനിങ് എടുക്കുന്നത്. പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ കുറേ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിടിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ പ്ലാനിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം വേറെ ഏതെങ്കിലും ഒരു കോഴ്സിലൂടെ നമുക്ക് ലോ ബഡ്ജറ്റിൽ ഈ പ്ലാൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഓൾട്ടർനേറ്റീവായിട്ട് നോക്കും. അപ്പോൾ നമുക്കിതല്ലാതെ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനിങ്ങിലൂടെ നോക്കുന്നുണ്ട്. പിന്നെ ആ പ്ലാൻ ചെയ്ത കാര്യത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവ്യൂ ചെയ്യാറുണ്ട്. ഈ പ്ലാൻ ചെയ്തതും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതും തമ്മിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ്, പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പരിഹരിക്കാനുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനകത്താണ് നോക്കുന്നത്? പ്ലാനിങ്ങിനകത്താണ് നോക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം പ്ലാനിങ് എന്താണെന്ന്. ഇനീഷ്യൽ ടാസ്ക് ഓഫ് എവരി മാനേജ്മെൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. ഇത് ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുന്നൊരു തീരുമാനമാണ്. ഇതൊരു തിങ്കിങ് പ്രോസസ്സാണ്. ഇതെപ്പോഴാണ് ചെയ്യുന്നത്? ബിഫോർ ഡൂയിങ്ങിന് മുന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് അറിയാം, ബെറ്റർ റിസൾട്ടിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ്ങിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.